പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ന്യൂട്ടല്ല ആവശ്യമായത് 1 കപ്പ് കപ്പലണ്ടി, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 100 ഗ്രാം ബട്ടർ. ഇതൊക്കെയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ കപ്പലണ്ടി ഇതിലേക്ക് ചേർക്കാം. ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ തൊലി കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ചൊവ്വയ്ക്ക് വ്യത്യാസമുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആവശ്യമായി നല്ല രീതിയിൽ റോസ്റ്റായി കിട്ടിയതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് നമുക്കെടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലേറ്റിൽ വെക്കാം. ചൂട് ആറിക്കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലി നമുക്കെല്ലാം നന്നായിട്ട് നീക്കം ചെയ്ത് ഇപ്പോൾ കപ്പലണ്ടിയുടെ ചൂടൊക്കെ ആറി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നേരത്തെ പഞ്ചസാര പൊടിച്ചതിൻ്റെ ആണ് കേട്ടോ അതിനകത്ത് കാണുന്നത്, വേറെ ഒന്നുമല്ല, അഴുക്കൊന്നുമല്ല. അപ്പോൾ കപ്പലണ്ടികളെല്ലാം നമുക്ക് ഈ ജാറിലോട്ട് മാറ്റി നമുക്ക് നന്നായിട്ട് അതിനെ അടിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുമ്പോൾ 3 രീതിയിലാണ് അതിൻ്റെ മിക്സ്ചർ വരുന്നത്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വന്നു കഴിയുമ്പോഴേക്കും ഏകദേശം നല്ല ക്രീമി ടെക്സ്ചറാവും. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. വീണ്ടും നമുക്കത് മിക്സിയിൽ വീണ്ടും നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം അതിങ്ങനെ കട്ട പിടിച്ച് വരും. ഇനി നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ്സ്, അതുപോലെ കാഷ്നട്ട്, ബദാം, ഇത് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്കതും കൂടി ചേർക്കാം. അതും അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ബട്ടർ, ഒരു പാക്കറ്റ് ബട്ടർ, 100 ഗ്രാം ബട്ടർ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ കൊക്കോ പൗഡർ, നമ്മുടെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടി മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടണം, നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടണം. ഇതേപോലെ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം നമ്മുടെ ന്യൂട്ടല്ലയുടെ. അപ്പോൾ നമ്മുടെ ന്യൂട്ടല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബോളിലിട്ട് നമുക്ക് ഈ ന്യൂട്ടല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്കിത് പുരട്ടി കഴിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നാൾ വരെ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.